ഹലോ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പം ഞാനിന്ന് പോകുന്നത് ബഹ്റൈനിലെ പേളിംഗ് ബാത്ത് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. പേളിംഗ് ബാത്ത് എന്ന് വെച്ചാൽ പവിഴദ്വീപ്. നമ്മൾ പവിഴദ്വീപിലേക്കാണ് പോകുന്നത് കേട്ടോ. നമ്മളവിടെ ചെന്നിട്ട് ലിഫ്റ്റിൽ കയറിയാണ് ആ സ്ഥലത്ത് പോകേണ്ടത്. ലിഫ്റ്റിൽ കയറി നമ്മൾ ആ ബ്രിഡ്ജ് വഴി താഴെ ഇറങ്ങണം. രണ്ട് സൈഡിലും ഗ്രില്ലിട്ടേക്ക് ഒരു ബ്രിഡ്ജിന്റെ താഴെ റോഡാണ് കേട്ടോ. സൈഡിലൊരു പോർട്ടൊക്കെ ഉണ്ട്, കുറേ ബോട്ട് കിടക്കുന്നുണ്ടോ. ഇത് പഴയ ബോട്ടുകൾ കേട്ടോ. ഇതെല്ലാം ബഹ്റൈനിലെ പണ്ടത്തെ ബോട്ടുകൾ. അതെല്ലാം പവിഴദ്വീപ് എന്ന് വെച്ചാൽ മുത്തുകളുടെ സ്ഥലമാണെന്ന് അറിയപ്പെടുന്നത്. മുത്തുകളുടെ ദ്വീപ്. പണ്ട് ബഹ്റൈനികള് മുത്ത് പിറക്കുന്ന പണിയായിരുന്നു, ജോലിയായിരുന്നു അവർക്ക്. മുത്തുകളായിരുന്നു പണ്ട് അവര് പറക്കി ജീവിച്ചുകൊണ്ടിരുന്നത്. അന്നേരം ആ മുത്ത് പറക്കുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ പോകുന്നത്. ആ ബ്രിഡ്ജ് ഇറങ്ങി താഴെ നമ്മൾ ആ ബ്രിഡ്ജിൽ നിന്ന് താഴോട്ട് ഇറങ്ങണമെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങി പോകണം. സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴെയാണ് ദ്വീപിൽ പോകേണ്ടത്. നല്ല സൂപ്പർ പ്ലേസ് കേട്ടോ. ഇതിന്റെ സൈഡിലൊരു മ്യൂസിയം ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പോയ ടൈം ഉച്ചയ്ക്കായിപ്പോയി, നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് അവിടെ വിസിറ്റേഴ്സ് കുറവായിരുന്നു കേട്ടോ. കാര്യം ഇപ്പം പൊതുവെ ചൂട് കൂടുതലാണല്ലോ ബഹ്റൈനിൽ. ഉച്ചയ്ക്കെന്ന് പറയണ്ട, ഒരു 3-3:30 ഈവനിങ് ആവാറായി. എന്നിട്ടും ഭയങ്കര കഠിനമായ ചൂടായിരുന്നു കേട്ടോ. സൂപ്പർ പ്ലേസ് കേട്ടോ, സൂപ്പർ പ്ലേസ്. ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി പ്ലേസാണ്. ഇതാണ് പവിഴദ്വീപ്. ഇനി നമുക്ക് അവിടെ ഒരു ബോട്ടുണ്ട്. ആ ബോട്ടിൽ കയറി നമുക്ക് ദ്വീപിലോട്ട് പോവാം. ഇനി വേറൊരു ദ്വീപുണ്ട്, പക്ഷെ നമ്മൾ അതിന് പോയില്ല കേട്ടോ. ജസ്റ്റ് ഇവിടം വരെ വന്നുള്ളൂ. പക്ഷെ നല്ല അടിപൊളി കാഴ്ച കേട്ടോ. അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് പോലെ കെട്ടിയിട്ടുണ്ട് കേട്ടോ, പനയോലയൊക്കെ വെച്ചിട്ട്. അവിടെ നിന്ന് വീഡിയോസ് ഒക്കെ എടുക്കാൻ അടിപൊളിയാ. അടിപൊളി വ്യൂ ആ. നല്ല നീലക്കടലാട്ടോ അവിടുത്തെ. ഞാൻ മോനെയും കൊണ്ട് കുറച്ച് ദൂരം ബ്രിഡ്ജിൽ പോയി, പിന്നെ ഉള്ളിലോട്ട് പോയില്ല കേട്ടോ കുഞ്ഞിനെയും കൊണ്ട്. പിന്നെ മോനെ അവിടെ നിർത്തിയിട്ട് ഞാൻ മാത്രം പോയി. അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ എൻഡിൽ ഒരു ബോട്ട് കിടപ്പുണ്ട്, തടിയൊക്കെ വെച്ചിട്ടുള്ള. അത് ഓടുന്ന ബോട്ടല്ല കേട്ടോ, അവിടെ സെറ്റ് ചെയ്തേക്കോ. അത് ബഹ്റൈൻ്റെ പഴയ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം. അത് നിറയെ ജെല്ലി ഫിഷ് ഉണ്ടായിരുന്നു അവിടെ. കരക്കടിഞ്ഞ് കിടപ്പുണ്ട് കുറേ ജെല്ലി ഫിഷ്. നല്ല ചൂട് കാരണം അവിടെ നിൽക്കാൻ വയ്യായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ തിരിച്ചു പോരുന്നു. തിരിച്ചു വന്നപ്പോൾ അടുത്തൊരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിൽ ഒന്ന് കയറി. പക്ഷെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. തണുത്ത കാലാവസ്ഥയിലാണെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ നിൽക്കാൻ പറ്റും. ചൂടാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് മ്യൂസിയത്തിൽ അവരെ കുറേ ഓർമ്മപ്പെടുത്തലുകളാണ് കേട്ടോ. ദ്വീപിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് നമ്മളതൊന്നും വായിച്ചില്ല, ജസ്റ്റ് ഒന്ന് നോക്കി വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.